ഞാൻ രമ്യ ഹരിശങ്കർ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ എല്ലാവരും ആ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതോടൊപ്പം സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോ ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ വരും. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഫുഡി ടോക്കിൽ സംസാരിക്കാൻ പോകുന്നത് ഏലക്കയെ പറ്റിയിട്ടാണ്. ജസ്റ്റ് ഏലക്കയുടെ ഡിഫറൻസും എത്ര ടൈപ്പ് ഓഫ് ഏലക്ക ഉണ്ടെന്ന് മാത്രമേ പറയുന്നുള്ളൂ. അതിൻ്റെ ബെനിഫിറ്റ്സും അതിൻ്റെ ഹിസ്റ്ററിയും എല്ലാം ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും ഞാൻ പറയാം. ഓക്കെ, ഞാൻ ആ ഗരം മസാലയുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 ടൈപ്പ് ഓഫ് ഏലക്ക നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതിനെ പറ്റിയിട്ട് പറയാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഞാനൊന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. പിന്നെ ആക്ച്വലി ഇന്നലെയാണ് ഞാൻ വീഡിയോ ഇടേണ്ടിയിരുന്നത്, വീഡിയോ ഇടാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നൊക്കെ ഞാനത് പോസ്റ്റ് ചെയ്യുകയാണ്. വീണ്ടും 2 ടൈപ്പ് ഓഫ് ഏലക്ക നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. രണ്ടും ഏലക്ക തന്നെയാണ്, പക്ഷേ 2 ചെടിയിൽ നിന്ന് ഉണ്ടാവുന്ന ഏലക്കകളാണ്. 2 ടൈപ്പ് ഓഫ് പ്രോസസ്സിങ് നടന്ന ശേഷം ഉണ്ടാകുന്നതാണ്. അതുകൊണ്ടാണ് ഒന്ന് പച്ച കളറിലും ഒന്ന് കറുത്ത കളറിലും അതേമാതിരി തന്നെ സൈസിലും ഡിഫറൻസ് ഉള്ളത്. ഓക്കെ, അപ്പം കറുത്ത ഏലക്ക നമ്മുടെ നാട്ടിലധികം കാണാറില്ല കേട്ടോ. അത് മെയിൻലി ഞാൻ പറഞ്ഞില്ലേ, നോർത്ത് ഇന്ത്യൻ ഡിഷസിലും അതല്ലാതെ നമ്മൾക്ക് ഗരം മസാല വരുന്ന ഐറ്റംസിൽ അങ്ങനത്തെ കറികൾക്കും മസാലക്കറികൾക്കും ഒക്കെയാണ് നമ്മൾ മെയിൻലി കറുത്ത ഏലക്ക അല്ലെങ്കിൽ ബ്ലാക്ക് കാർഡമം യൂസ് ചെയ്യുന്നത്. നമ്മുടെ സാധാരണ ഏലക്കയുടെ കാര്യം അറിയാലോ, നമ്മളെല്ലാത്തിനും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. നമ്മൾ ഡെസേർട്ട്സിലായാലും യൂസ് ചെയ്യാറുണ്ട്, സ്വീറ്റ്സിലും പായസത്തിലും കറികൾക്കും എല്ലാത്തിലും നമുക്ക് യൂസ് ചെയ്യാറുണ്ട്. പച്ച ഏലക്ക എങ്ങനെയാണ് ഉണ്ടാവുന്നത് വെച്ചാൽ, നമ്മൾ എടുക്കുന്നത് വെച്ചാൽ മെച്യൂരിറ്റി ആവുന്നതിന് മുമ്പ് തന്നെ ആ യങ് സ്റ്റേജിൽ ഇരിക്കുമ്പോൾ തന്നെ പറിച്ചിട്ട് വെയിൽ തട്ടാതെ എടുത്ത് വെച്ചിട്ട് ഉണക്കിയെടുക്കും. അതേസമയം കറുത്ത ഏലക്കയുടെ കാര്യം പറയുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞില്ല, അതൊരു വേറൊരു ഏലക്കയുടെ തന്നെ വേറൊരു പ്ലാന്റിൽ നിന്ന് ഉണ്ടാവുന്നതാണ്. പക്ഷേ നല്ലോണം മെച്യൂറായ ശേഷം മൂത്ത് വന്ന ശേഷം മാത്രമേ പറിച്ചിട്ട് നമ്മുടെ തീക്കനൽ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അല്ലെങ്കിൽ പുകയെടുപ്പിൻ്റെ മേലെ വെച്ചിട്ട് ഉണക്കിയെടുക്കുന്നതാണ് ബ്ലാക്ക് കാർഡമം അല്ലെങ്കിൽ കറുത്ത ഏലക്ക. അതുകൊണ്ടാണ് അതിനൊരു ചെറിയൊരു കർപ്പൂരത്തിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. അതിനൊരു ഡിഫറെൻറ്റ് ഫ്ലേവറാണ്. നമ്മുടെ സാധാരണ ഏലക്കയിൽ നിന്ന് ഈ ബ്ലാക്ക് കാർഡമം തന്നെ കുറച്ചുകൂടെ ടേസ്റ്റ് ഡിഫറൻസ് ഉണ്ട്, കുറച്ചുകൂടെ ഒരു കർപ്പൂരത്തിൻ്റെ മണവും. ഇത് നമുക്ക് മെയിൻലി കറികൾക്കൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. പച്ച ഏലക്ക അറിയാലോ, നമ്മുടെ നാട്ടിൽ എല്ലാവരുടെയും കിട്ടുന്നതാണ്. നമ്മുടെ നാട്ടിലാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത്, മെയിൻലി സൗത്ത് റീജിയനിൽ. അതേസമയം ഇത് നോർത്ത് ഇന്ത്യൻ ഭാഗത്താണ്, മെയിൻലി കാശ്മീർ ആ ഭാഗത്തൊക്കെയാണ് ഇത് കൾട്ടിവേറ്റ് ചെയ്യുന്നത്. അപ്പം ഇത് നമ്മുടെ നാട്ടിൽ കിട്ടുന്നത് കുറച്ച് പ്രയാസമാണ് കേട്ടോ. വലിയ സൂപ്പർ മാർക്കറ്റ്സിൽ മാത്രമേ കിട്ടുന്നുള്ളൂ. സാധാരണ ഏലക്ക നമുക്ക് എല്ലാവരുടെയും കിട്ടാറുണ്ട്, എല്ലാ സൂപ്പർ മാർക്കറ്റ്സിലും ലോക്കൽ കടകളിലും ഒക്കെ കിട്ടാറുണ്ട്. പക്ഷേ കറുത്ത ഏലക്ക ഒന്നില്ലെങ്കിൽ ഓൺലൈനിൽ കൂടെ വരുത്തിക്കോളൂ, അല്ലെങ്കിൽ വലിയ സൂപ്പർ മാർക്കറ്റ്സിൽ നിന്ന് നോക്കി വാങ്ങണം. രണ്ടും തമ്മിൽ ഡിഫറൻസ് ഉണ്ട് സൈസ്. കറുത്ത ഏലക്ക കുറച്ച് വലുതാണ്, നമ്മുടെ സാധാരണ ഇത് ചെറുതാണ്. അത് മെച്യൂരിറ്റി അല്ലാതെ പൊരിക്കുന്നില്ല, അതുകൊണ്ട് അത് ചെറുതാണ്. അപ്പോൾ ഇതാണ് ഏലക്ക, 2 ടൈപ്പ് ഓഫ് ഏലക്ക. അപ്പോൾ ഫുഡി ടോക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കണം. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.